ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ട്രേഡും നാളത്തെ നിഫ്റ്റിയുടെ പ്രഡിക്ഷനും എങ്ങനെയാണെന്ന് എൻ്റെ ഒരു അനാലിസിസ് വെച്ച് ഞാൻ പറയാം. നിഫ്റ്റി കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് ഒരു ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഈ മാർക്കറ്റ് ഏകദേശം ഇവിടെ നിന്നാണ് ഓപ്പൺ ആയത്. ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഓപ്പണായി 23,400 ആ റേഞ്ചിൽ ഓപ്പണായി. അവിടുന്ന് താഴേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് വരെ വരും എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ താഴേക്കുള്ളൊരു ട്രേഡ് എടുത്തു. ചെറിയൊരു ട്രേഡായിരുന്നു, ജസ്റ്റ് ഒരു ക്യാൻഡിൽ തന്നെ എക്സിറ്റായി. പിന്നെ ഇവിടെ ഒരു ഡോജി ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഡോജി ക്യാൻഡിൽ ബ്രേക്ക് ആയപ്പോഴാണ് ശരിക്കും ട്രേഡിൽ കയറിയത്. ഒരു ക്യാൻഡിൽ തന്നെ എക്സിറ്റായി എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ എക്സിറ്റായി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലും ട്രെൻഡ് ലൈനിൻ്റെ താഴെയുമായിട്ടൊരു ക്യാൻഡിൽ ഒരു ബുള്ളിഷ് സൈനൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് മാർക്കറ്റ് മേളിലേക്ക് മൂവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ മേളിലേക്കൊരു ട്രേഡും കൂടെ പോയി. അതും ജസ്റ്റ് അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചില്ല, ജസ്റ്റ് മേളിലേക്ക് നല്ലൊരു മൂവ് കിട്ടും എന്ന് ഉറപ്പായതുകൊണ്ട് ജസ്റ്റ് മേളിലേക്കും ഒരു ട്രേഡ് എടുത്തു. അതും ഒരു ക്യാൻഡിൽ പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ എക്സിറ്റായി. ഫുള്ള് ട്രെയിൽ ചെയ്ത് നേരെ ഹോൾഡ് ചെയ്യായിരുന്നു, അത്രയൊന്നും ഹോൾഡ് ചെയ്തില്ല. അങ്ങനെയായിരുന്നു ഇന്നത്തെ ട്രേഡ്. ഇപ്പം മാർക്കറ്റ് ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മേളിൽ എത്താറായിട്ടുണ്ട്, ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നാളെ മാർക്കറ്റ് ചിലപ്പം മേളിൽ ഇവിടം വരെ എത്തും. ഇത് ബ്രേക്കായിട്ട് അടുത്ത ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലും കൂടെ ടച്ച് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മേളിലേക്ക് മൂവ് തരും. അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഇവിടെ എത്തുമോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ എത്തുമ്പോൾ ഒക്കെ ഈ ഏരിയ കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കും. എന്നിട്ട് താഴേക്ക് മാർക്കറ്റ് ഒരു നല്ല മൂവ് തരുവാണെങ്കിൽ താഴേക്കുള്ള ട്രേഡ് വരും. ഇതൊരു ഫസ്റ്റ് ടാർജറ്റും ഇത് സെക്കൻഡ് ടാർജറ്റും ആയിട്ട് വയ്ക്കും. ഇതാണ് നാളത്തെ എൻ്റെ പ്ലാനും ഇന്നത്തെ ട്രേഡും ഇതായിരുന്നു. ഓക്കെ.